ഹായ്, എനിക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയ മത്തിയാണ്, അതുകൊണ്ട് മത്തി അച്ചാറിടാമെന്ന് വിചാരിച്ചേ. നമുക്കിത് വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാവേ. അപ്പോൾ അത് വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പിനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കുവാണേ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി എടുത്ത് അതിനെ ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പ് അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ പോവാണേ. ഇതിപ്പം എല്ലായിടത്തും നന്നായിട്ടാകുന്നത് പോലെ മത്തിക്കകത്തും പുറത്തും എല്ലാം നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നോർമൽ ആയിട്ട് നമ്മൾ വറക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം അച്ചാറാണ്, കുറച്ച് ദിവസം ഇരിക്കണം. അത് തന്നെയല്ല, അതിൻ്റെ മുള്ള് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മൂത്ത് കിട്ടിയാൽ കഴിക്കാൻ എളുപ്പമുണ്ട്. അപ്പം നമുക്കിത് കുറേശ്ശെ എല്ലാം ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വറുത്തതിൻ്റെ ബാക്കി എണ്ണ അത് എത്രയുണ്ട്, ഇതിലേക്ക് ഞാൻ കടുകിടുകയാണ്. കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പം നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാവേ. ഇപ്പം രണ്ടും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അത് വഴന്ന് വരുമ്പോഴത്തേക്കിനും ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3-4 കഷ്ണം പുളി ഇട്ട് കൊടുത്ത് തിളപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ ഇവിടെ മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, അല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മത്തി കൂടി ഇട്ട് കൊടുക്കാം. മത്തി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമ്മൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തപ്പോൾ ഉപ്പിട്ടില്ലായിരുന്നു. അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ പുളിവെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അത് നമ്മൾ ആ മീൻ വറുത്ത് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിലെ അംശം കൂടെ ഇങ്ങോട്ട് പോന്നോട്ടെന്നോർത്താണ് ബാക്കി പുളി ഇടുന്നില്ല, വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കും തോറും കുറുകിയ കഷ്ണം മാത്രമായിട്ട് മാറും. പുളിവെള്ളം ഒഴിച്ച് ചാറും കൂടെ കിട്ടാനായിട്ടാണ്. ഇരിക്കുമ്പോൾ അല്പം കൂടെ കുറുകും. വീണ്ടും വേണമെന്ന് തോന്നിയാൽ ആ പുളിയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിതിലേക്ക് കായപ്പൊടി ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്, എനിക്കിഷ്ടമില്ല. പിന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം.